സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിച്ച ഒരു പ്രത്യേകത, ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഒഴിവാക്കപ്പെട്ട പല പദ്ധതികളും യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം ലോകത്തെവിടെയുമുള്ള മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമാണ്. കേരളത്തിന്റെ സമസ്ത മേഖലകളിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി വിഴിഞ്ഞം തുറമുഖ പദ്ധതി. കേരളം ഇതുപോലെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പദ്ധതിയാണ്. ദേശീയപാത 66 മഹാരാഷ്ട്രയിൽ നിന്നും ആരംഭിച്ച് കർണാടകത്തിലൂടെ കേരളത്തിലൂടെ തമിഴ്നാട്ടിലെത്തുന്ന ദേശീയപാത 66ന്റെ പ്രവൃത്തി കേരളത്തിൽ അസാധ്യമാണ്. അതുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന നിലപാട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ 2014-15 കാലഘട്ടത്തിൽ കൈക്കൊണ്ടു. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ ചെയ്തത് ജില്ലയിൽ പോയി പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുമായും ചർച്ച ചെയ്യുകയായിരുന്നു. ആ ചർച്ചയുടെ ഭാഗമായി കൂടുതൽ ഫണ്ട് NH66 കേരളത്തിൽ നടക്കണമെങ്കിൽ ആവശ്യമാണെന്നുള്ള വസ്തുത മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയും ധരിപ്പിക്കുകയും പദ്ധതിക്ക് വേണ്ടി കൂടുതൽ പണം തരാൻ സാധ്യമല്ല എന്നുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. സാധ്യമാകുന്നത് പറയുകയും ജനങ്ങളോട് പറയുന്നത് നടപ്പിലാക്കാൻ ഏത് പ്രതിസന്ധിയെയും തട്ടിമാറ്റി മുന്നോട്ട് പോകുന്ന നിശ്ചയദാർഢ്യത്തിന്റെ പേരാണ് LDF ഗവൺമെന്റ് എന്ന് തെളിയിക്കുന്ന നിലയിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറായി. 2021 മെയ് 20 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത തൊട്ടടുത്ത ദിവസം ഞാൻ ഓർക്കുന്നു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും ഞങ്ങളെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് പ്രധാനപ്പെട്ട പദ്ധതിയായി കണ്ട് ഇടയ്ക്കിടെ ഇതിന്റെ റിവ്യൂ നടത്തണം. വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ മാസത്തിലൊരിക്കൽ യോഗം നടത്തി. മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രശ്നം കേരളത്തിന്റെ വനം വകുപ്പ് കൈകാര്യം ചെയ്തു. വൈദ്യുതി ലൈൻ മാറ്റേണ്ട പ്രശ്നം കേരളത്തിലെ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തു. ഭൂമി ഏറ്റെടുക്കേണ്ട പ്രശ്നം കേരളത്തിലെ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തു. മെറ്റീരിയലുകളുടെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട പ്രശ്നം കേരളത്തിലെ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തു. പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇടപെടുന്നു. ഇങ്ങനെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി തന്നെ ഇടയ്ക്കിടെ യോഗം നടത്തി. കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പരസ്യമായി പറഞ്ഞു, ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കാൻ വേഗതയിലാക്കാൻ കേരളത്തിലെ സർക്കാർ ഇടപെടുന്നത് മാതൃകാപരമാണ്. ദേശീയപാത അതോറിറ്റിയുടെ കേരളത്തിന്റെ തലവൻ റീജിയണൽ ഓഫീസർ പലതവണ പരസ്യമായി വ്യക്തമാക്കി, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ദേശീയപാതയുടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്ന ഒരു മുൻകൈ പോലെ മറ്റു സംസ്ഥാനങ്ങളിൽ കാണാൻ സാധിക്കില്ല. അതിന് മുഖ്യമന്ത്രിയോട് പ്രത്യേകം നന്ദി NHAI റീജിയണൽ ഓഫീസർ പറയുന്ന സ്ഥിതി ഉണ്ടായി. സാധാരണ മനുഷ്യർ ആഗ്രഹിച്ച ഒട്ടേറെ പദ്ധതികൾ ഓരോ ഇടത്തും നമുക്ക് സാധ്യമാക്കാനായി. ഇത്തവണത്തെ വാർഷികാഘോഷം അതിഗംഭീരമായ ഘോഷയാത്രയോടുകൂടിയാണ് ആരംഭിച്ചിട്ടുള്ളത്. 12-ാം തീയതി വരെ നീളുന്ന മേളകൾ കോഴിക്കോടിന്റെ കൂട്ടായ്മയും സാംസ്കാരിക പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കുന്ന നിലയിൽ വരുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. LDF സർക്കാരിൻ്റെ 4ാം വാർഷികത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പ്രദർശന വിപണന മേളയും കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന സരസ് വിപണന മേളയും എല്ലാവരുടെയും അനുമതിയോടെ ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായും അറിയിക്കട്ടെ. 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ രൂപീകരിക്കപ്പെട്ട് ഇപ്പോൾ
കാൽ നൂറ്റാണ്ടുകളോളം പിന്നിട്ടിരിക്കുക. ഇന്ന് അരക്കോടിയോളം സ്ത്രീകൾ അംഗങ്ങളായുള്ള ജനകീയ പ്രസ്ഥാനമാണ്. സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്നതിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് കുടുംബശ്രീക്ക് നമ്മൾ തുടക്കമിട്ടത്. ഇന്ന് പ്രാദേശിക സംരംഭകത്വ വികസനത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെയും നട്ടെല്ലായി കുടുംബശ്രീ മാറിയിരിക്കുന്നു. പ്രാദേശിക വിപണികളിലും അന്തർദേശീയ വിപണികളിലും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണുള്ളത്. സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 3 ലക്ഷത്തിലധികം സംരംഭങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ രൂപപ്പെട്ടു വന്ന ഈ സംരംഭക പ്രോത്സാഹന അന്തരീക്ഷം കുടുംബശ്രീ LDF സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രദർശന വിപണന മേളയും സരസ് മേളയും ഉദ്ഘാടനം നിർവഹിച്ചതായി ഒന്നും കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച പ്രദർശന വിപണന മേളയും സരസിന്റെ ഉദ്ഘാടനവും ഒരുമിച്ച് നടത്തുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ 9 വർഷക്കാലം ഈ സംസ്ഥാനത്ത് നടന്ന സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുടെ രേഖാചിത്രവും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും.